ഡോക്ടർ, സ്കോളിയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പണ്ടത്തെക്കാളും കൂടുതൽ നമ്പേഴ്സ് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. ഡോക്ടർ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? സോ നമ്പേഴ്സിൽ സ്കോളിയോസിന് പ്രത്യേകിച്ച് നമുക്കൊരു റീസൺ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് സ്കോളിയോസിസ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു വെറൈറ്റി അല്ലെങ്കിൽ കോമണസ്റ്റ് വെറൈറ്റി ഓഫ് സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ ഇഡിയോപ്പതിക് സ്കോളിയോസിസ് വിച്ച് ഹാസ് ഗോട്ട് നോ റീസൺ. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കും നമുക്ക് അറിയില്ല. പക്ഷേ ഓഫ് കോഴ്സ് ദർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ജനറ്റിക് കമ്പോണൻറ്റ് അതിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രജനനം സംഭവിക്കുമ്പോൾ അത്തരം പേഷ്യൻസ് കൂടും എന്നുള്ളത് ഓഫ് കോഴ്സ്. നമ്പർ 2 എന്ന് പറയുന്നത് ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അവയർനെസ് നന്നായി കൂടിയിട്ടുണ്ട്. വിച്ച് ഈസ് വണ്ടർഫുൾ. ബിക്കോസ് ഈ സ്കോളിയോസിസ് കറക്റ്റ് സമയത്ത് നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അതിനെ ഒരു സർജറിയോ മറ്റും ഇല്ലാതെ ഇപ്പോൾ ബെൽറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും അത് വെച്ച് പിടിച്ചു വെക്കാൻ സാധിക്കാറുണ്ട്. ബേസിക്കലി സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളവ് മാത്രമാണോ സ്കോളിയോസിസ്? സ്കോളിയോസിസ് എന്ന് പറയുന്നത് ശരിക്കും ലാറ്ററൽ ഡീവിയേഷൻ എന്ന് പറയാം. അതായത് സ്പൈൻ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്പൈൻ സ്ട്രെയിറ്റ് ആണ്, നമ്മുടെ ഹെഡ് ബോഡി എല്ലാം അലൈൻഡ് ആണ്. സ്കോളിയോസിസ് എന്ന് പറയുന്നത് നട്ടിലെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, വലത്താവാം ഇടത്താവാം. അതിൽ മോർ ദൻ 10 ഡിഗ്രീസ് ആണ് എക്സ്റേസിൽ നമുക്ക് മെഷർമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 10 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ളത് നോർമൽ അല്ല എന്ന് പറയാം. ലെസ് ദൻ 10 ഡിഗ്രീസ് യു ഡോണ്ട് നോ. ഏജ് ഗ്രൂപ്പ് എന്തെങ്കിലും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഇൻ ദ സെൻസ് ഏത് ഏജ് ഗ്രൂപ്പിലായിരിക്കാം കൂടുതലും സ്കോളിയോസിസ് കണ്ടുവരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ നേരത്തെ ഒരു 30-40 വയസ്സിന്റെ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ ഏർലിയർ ഏജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ് ഈസ് ദെയർ. ഇപ്പോൾ ചെറിയ പ്രായക്കാരിലും അല്ലെങ്കിൽ മുതിർന്നവരിലും സ്കോളിയോസിസ് കാണാറുണ്ട്. മുതിർന്നവരിൽ കാണുന്ന സ്കോളിയോസിസ് ആക്ച്വലി ഒരു ഗ്രാജ്വലി ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രായമാകുമ്പോൾ തേയ്മാനം വരുമ്പോൾ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്റർ ഓർഗാനിക് ചേഞ്ച് എന്ന് പറയുന്ന പോലെ. അതെ അതെ. സോ അത് ഒരുപാട് പ്രശ്നം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോകുന്നത് ചാൻസ് കുറവാണ്. കാര്യം മുതിർന്ന ആളുകളാകുമ്പോൾ അവർക്ക് അറിയാം ഇതെപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ എപ്പോൾ ഇതിനൊരു ചെക്കപ്പ് നടത്തണം എന്നൊക്കെ. പക്ഷേ കുട്ടികളിലുള്ള സ്കോളിയോസിസാണ് ഏറ്റവും അധികം ശ്രദ്ധ അർഹിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുൻകൂട്ടി കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മുൻകൂട്ടിയുള്ള ഒരു രോഗനിർണയം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയോ മറ്റും വേണ്ടി വരാതെ നമുക്കിതിനെ പിടിച്ചു വെക്കാൻ സാധിക്കും. ഫിസിയോ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 ഡിഗ്രി വളവ് 10 to 25 ഡിഗ്രീസ് ആണെങ്കിൽ അതിന് ഓപ്പറേഷനും ബ്രേസ് അല്ലെങ്കിൽ ബെൽറ്റും വേണ്ടെന്നാണ്. അപ്പോൾ അവരെ നമ്മൾ ഫോളോ അപ്പിൽ വെക്കും. ഒരു 6 months to 1 year വരെ അവരെ എക്സസൈസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രായപൂർത്തിയാവുന്ന അല്ലെങ്കിൽ കൗമാരം വരുന്ന ആ ഒരു ടീനേജ് ഒരു 12 to 13 yearsലാണ് ഇത് പെട്ടെന്ന് കൂടുന്നത്. ആ സമയം വരെ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് അത് വല്ലാത്തൊരു അളവിലേക്ക് പോയില്ല എങ്കിൽ മോസ്റ്റ്ലി സർജറീസ് വേണ്ടി വരാറില്ല. ഇതിന് ലൈഫ് സ്റ്റൈലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? സ്കോളിയോസിസ് ഡെഫിനറ്റ്ലി നോട്ട്. അപ്പോൾ അത് ആളുകൾക്കുള്ള ചെറിയൊരു തെറ്റിദ്ധാരണയാണ്. എൻ്റെ മകൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അപ്പോൾ അത് ഞങ്ങൾ എപ്പോഴും പറയും അവനോട് അങ്ങനെ ഇരിക്കരുതെന്ന്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയും പ്ലീസ് ലീവ് ഹിം അലോൺ അല്ലെങ്കിൽ ലീവ് ഹെർ അലോൺ എന്ന് പറയാം. പ്ലീസ്. കാര്യം നമ്മൾ ആ ചെക്ക് ഓഫ് കോഴ്സ് ഇതിൽ ഏറ്റവും നല്ല കാര്യം അവരെ ചെക്കപ്പിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ വന്ന് നമ്മൾ പരിശോധിക്കും, നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും. പ്ലസ് നമ്മൾ എക്സ്റേസും കൂടെ എടുക്കുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ക്ലിയർ. ഇതിൻ്റെ പ്രശ്നം ചിലപ്പോൾ ചില കുട്ടികൾ അവരിങ്ങനെ ബ്രാൻഡ് ചെയ്ത് കളയും. നിനക്ക് കൂനുണ്ട്, നിനക്ക് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് ശരിക്കും അവരെ ചിലപ്പോൾ ബാധിക്കും കുട്ടികളെ. അപ്പോൾ അങ്ങനെ അവരിയ്ക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് പറയുന്നത് ഈ പോസ്റ്ററൽ അല്ലെങ്കിൽ ഹാബിച്വൽ പൊസിഷനിങ് ഓഫ് ദി ബോഡിയാണ്, നോട്ട് ദി ഓർഗാനിക് വൺ. വിഷമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ തന്നെ വിചാരിക്കും അവർക്ക് എന്താ പ്രശ്നം. ബിക്കോസ് അതിന് ഇപ്പം എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ല. എല്ലാവരും ഒരു അച്ചിൽ വാർത്ത സ്ട്രക്ചർ ഒന്നുമല്ല. നമ്മളെല്ലാവർക്കും ഓരോതായൊരു സ്റ്റൈലുണ്ട്.